ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. വയനാട് 62%, ചേലക്കരയിൽ 69% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമാധാനപരം. ഝാർഖണ്ഡ് 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെ രേഖപ്പെടുത്തിയത് 64.86% പോളിംഗ്. കുറ്റകൃത്യത്തിൽ പ്രതിയാക്കപ്പെടുന്നവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി. സംസ്ഥാനത്തെ പ്രമേഹ രോഗ നിയന്ത്രണ പദ്ധതികളെ ശാക്തീകരിക്കുന്നതിന് 1 വർഷം നീളുന്ന തീവ്രയജ്ഞ പരിപാടി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആത്മകഥാ വിവാദത്തിൽ DGPക്ക് പരാതി നൽകി CPIM നേതാവ് EP ജയരാജൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 3ാം T20 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 62%, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ 69% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമയം 6 മണിക്ക് അവസാനിച്ചെങ്കിലും ബൂത്തുകളിൽ വരിയിൽ തുടരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. 2 മണ്ഡലങ്ങളിലും പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. ചില ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെട്ടെങ്കിലും ഇത് വേഗത്തിൽ പരിഹരിച്ച് വോട്ടിംഗ് തുടരാനായി. രാവിലെ മന്ദഗതിയിൽ ആരംഭിച്ച വോട്ടെടുപ്പിൽ ഉച്ചതിരിഞ്ഞ് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. ദേശീയ രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് നിരക്ക് 62%-ലെത്തിയതോടെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ UDF-നായി പ്രിയങ്ക ഗാന്ധിയും LDF-നായി സത്യൻ മൊകേരിയും NDA-യ്ക്കായി നവ്യ ഹരിദാസുമാണ് ജനവിധി തേടുന്നത്. വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്. തുടക്കം മുതൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. നിലവിൽ 1354 ബൂത്തുകളായിരുന്നു സജ്ജമാക്കിയത്. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല നിവാസികൾക്ക് വോട്ട് ചെയ്യാനായി പ്രത്യേക സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കി. നിലവിൽ 11 പ്രശ്നബാധ ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 2 ബൂത്തുകൾ അതീവ സുരക്ഷാ ബൂത്തുകളുമായിരുന്നു. സുരക്ഷയ്ക്കായി സംസ്ഥാന സേനയ്ക്ക് പുറമെ കേന്ദ്രസേനയും ജില്ലയിലെത്തിയിരുന്നു. എന്നാൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി, LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി, NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എന്നിവർ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ 73-ന് മുകളിലായിരുന്നു പോളിംഗ് ശതമാനം. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതർക്ക് വോട്ട് ചെയ്യുന്നതിനായി പ്രത്യേക സംവിധാനമൊരുക്കി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടലുണ്ടായ വാർഡുകളിലെ വോട്ടർമാർക്കായി ചൂരൽമലയിലും മേപ്പാടിയിലും പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചവർക്ക് സമ്മതിദാനം വിനിയോഗിക്കാൻ സൗജന്യ വാഹന സൗകര്യവും ഒരുക്കി. ദുരന്തബാധിത മേഖലയിൽ നിന്നുള്ള വോട്ടർമാരെ പൂക്കൾ നൽകിയാണ് ജില്ലാ ഭരണകൂടം ഹൃദ്യമായി വരവേറ്റത്. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായ ചേലക്കര മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം 69 രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. LDF-നായി UR പ്രദീപും UDF-നായി രമ്യ ഹരിദാസും NDA-യ്ക്കായി K ബാലകൃഷ്ണനുമാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ചേലക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചെങ്കിലും നിരവധി പേരാണ് ഇനിയും വോട്ടുകൾ രേഖപ്പെടുത്താനായി നീണ്ട നിരയിൽ കാത്തുനിൽക്കുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ അല്പം മന്ദഗതിയിലായിരുന്നു ജനങ്ങളുടെ ഒഴുക്ക്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഓരോ പോളിംഗ് ബൂത്തിലേക്കും ജനങ്ങളുടെ വരവ് വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല ബൂത്തുകളിലും വൻ തിരക്കാണ്. നീണ്ട നിര തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. 6 മണിയോടെ ബൂത്തുകളിലേക്ക് എത്തിച്ചേർന്ന ടോക്കൺ കൈപ്പറ്റിയ എല്ലാവർക്കും തന്നെ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള സമയമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മുന്നേറുന്നത് എന്നാണ് ഓരോ മുന്നണി സ്ഥാനാർത്ഥികളും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. 180 പോളിംഗ് ബൂത്തുകളാണ് ചേലക്കര മണ്ഡലത്തിലുള്ളത്. 2021-ൽ ചേലക്കരയിൽ 77%-ന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. വോട്ടിംഗ് നിരക്കിലെ വ്യത്യാസം തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നേതൃത്വം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വരും ദിവസങ്ങളിൽ 3 മുന്നണികളുടെയും പ്രമുഖ നേതാക്കൾ മണ്ഡലത്തിലെത്തും. 1ാം തേരുത്സവ ദിനമായ ഇന്ന് സ്ഥാനാർത്ഥികൾ കൽപ്പാത്തിയിലെത്തിയിരുന്നു. ഈ മാസം 18-നാണ് പരസ്യപ്രചാരണം അവസാനിക്കുക. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ഈ മാസം 20-ന് നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഈ മാസം 23-ന് നടക്കും.
ഝാർഖണ്ഡ് ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 64.86% പേർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 43 മണ്ഡലങ്ങളിൽ നടന്ന പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. കേരളത്തിന് പുറമെ 9 സംസ്ഥാനങ്ങളിലെ 30 മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കുറ്റകൃത്യത്തിൽ പ്രതിയാക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്ന നടപടി സർക്കാരുകൾ കൈക്കൊള്ളാൻ പാടില്ലെന്ന് സുപ്രീം കോടതി. ഇത്തരം നടപടികൾ നിയമവാഴ്ചയ്ക്ക് വിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു വ്യക്തി കുറ്റവാളിയാണോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് കോടതിയാണെന്നും ഭരണകർത്താക്കളല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് മുൻപ് അധികാരികൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. പാർപ്പിടത്തിനുള്ള അവകാശം പൌരന്മാരുടെ മൌലിക അവകാശമാണെന്നും നിരപരാധികൾക്ക് അത്തരം അവകാശം നിഷേധിക്കുന്നത് പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണെന്നും പരമോന്നത കോടതി പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ നിസ്വാർത്ഥ സേവനത്തെ പ്രശംസിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കരസേനയിലെ മികച്ച സൈനികരെ ആദരിക്കുന്നതിനായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക അനുമോദന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച സേവനത്തിനുള്ള അഭിനന്ദന സൂചകമായി 2ാം ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റിന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ പ്രശസ്തി പത്രം നൽകി. സംസ്ഥാനത്തെ പ്രമേഹരോഗ നിയന്ത്രണ പദ്ധതികളെ ശാക്തീകരിക്കുന്നതിന് 1 വർഷം നീളുന്ന സംയോജിത തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ലോക പ്രമേഹ ദിനമായ നാളെ ആരംഭിച്ച് അടുത്ത വർഷത്തെ പ്രമേഹ ദിനം വരെ നീളുന്നതാണ് പദ്ധതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ഫുട്ട്, പെരിഫറൽ ന്യൂറോപ്പതി തുടങ്ങിയ സങ്കീർണതകൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ആവശ്യമായ പരിശീലനം പദ്ധതിയിലൂടെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മലയാള സിനിമ നയരൂപീകരണം അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി സജി ചെറിയാൻ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചലച്ചിത്രമേളയുടെ ലോഗോ പ്രകാശനം മന്ത്രി സജി ചെറിയാനും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ചേർന്ന് ചടങ്ങിൽ നിർവഹിച്ചു. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഈ മാസം 20-ന് ആരംഭിക്കും. തിരുവനന്തപുരത്ത് ഡിസംബർ 13 മുതൽ 20 വരെയാണ് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 175 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക വൈകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക ലഭ്യമാക്കിയത്. സംസ്ഥാന സബ്സിഡിയും ഉറപ്പാക്കി നെല്ലിന് ഏറ്റവും ഉയർന്ന തുക ലഭ്യമാക്കുന്നതും കേരളത്തിലാണെന്ന് ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർബേസിൽ സ്കൂളുകളോട് സമിതി വിശദീകരണം തേടും. 2 ആഴ്ചയ്ക്കകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 108 ആംബുലൻസ് പദ്ധതിക്കായി 40 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന ധനവകുപ്പ്. സർക്കാരിന്റെ മുൻഗണനാ പദ്ധതി എന്ന നിലയിൽ ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് തുക അനുവദിച്ചത്. ആത്മകഥാ വിവാദത്തിൽ CPIM നേതാവ് EP ജയരാജൻ DGPക്ക് പരാതി നൽകി. ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചാരണം നടത്തിയെന്നുമാണ് പരാതി. ആത്മകഥ ഇതേവരെ എഴുതി പൂർത്തിയാക്കുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും EP ജയരാജൻ നൽകിയ പരാതിയിൽ പറയുന്നു. ആത്മകഥയിലേത് എന്ന തരത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജൽശക്തി അഭിയാൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സംഘം നാളെയും മറ്റന്നാളും മലപ്പുറം ജില്ല സന്ദർശിക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത്. PMKSYയിലൂടെ നടപ്പിലാക്കിയ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മിയാവാക്കി വനം, കിണർ റീചാർജ് എന്നിവ കേന്ദ്ര സംഘം സന്ദർശിക്കും. തൊഴിലുറപ്പ് പദ്ധതി വഴി നടപ്പിലാക്കിയ കൂട്ടിലങ്ങാടിയിലെ മണ്ണ് കയ്യാല, ഒഴൂരിലെ മണ്ണാറുകുളം, പുറത്തൂർ പഞ്ചായത്തിലെ മുളകൊണ്ടുള്ള ബണ്ട് എന്നിവയും സംഘം സന്ദർശിക്കും. പാലക്കാട് കൽപ്പാത്തിയിൽ രഥപ്രയാണത്തിന് തുടക്കമായി. 1-ാം തേരുത്സവത്തിന്റെ ഭാഗമായ രഥാരോഹണവും ഇന്ന് നടന്നു. വെള്ളിയാഴ്ചയാണ് ദേവരഥ സംഗമം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
രാവിലെ 11-നും 12-നും ഇടയിലാണ് രഥാരോഹണം നടന്നത്. കാഴ്ചക്കുലകൾ തൂക്കി തേരൊരുക്കി. വൈകിട്ട് രഥപ്രയാണത്തിനും തുടക്കമായി. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും തേരുകളാണ് ഒന്നാം തേര് ദിവസമായ ഇന്ന് അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തിയത്. നാളെ രണ്ടാം തേരും വെള്ളിയാഴ്ച വൈകിട്ട് രഥോത്സവത്തിന്റെ പ്രധാന ആകർഷണമായ ദേവരഥ സംഗമവും നടക്കും. കൽപ്പാത്തി അഗ്രഹാര വീഥികളിലെ തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നിർമ്മിക്കുന്ന സ്വാമി ചാറ്റ് ബോട്ട് AI അസിസ്റ്റന്റിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. സ്മാർട്ട് ഫോണിലൂടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്വാമി ചാറ്റ് ബോട്ട് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ തുടങ്ങി 6 ഭാഷകളിൽ സേവനം ഉറപ്പാക്കുന്നു. ദർശന സമയം, പൂജാ സമയം തുടങ്ങിയ ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് ഇതിലൂടെ ലഭ്യമാകും. വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം അന്തിമഘട്ടത്തിൽ. ഈ മാസം 15 മുതൽ 24 വരെയാണ് തിരുനാൾ ഉത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വെട്ടുകാട് തിരുനാൾ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നിരവധി ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉത്സവ മേഖലയിൽ ക്രമസമാധാന പാലനത്തിനും സുരക്ഷാ ക്രമീകരണത്തിനും വനിതാ പോലീസിനെ ഉൾപ്പെടുത്തി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. വെട്ടുകാടും പരിസര പ്രദേശങ്ങളിലും ലഹരിമരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് പ്രത്യേക പരിശോധനകൾ നടത്തുമെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. CCTV ക്യാമറകൾ സ്ഥാപിക്കും. അഗ്നിരക്ഷാസേന, 5 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ, മെഡിക്കൽ ടീം എന്നിവയുടെ സേവനവും പ്രദേശത്ത് ലഭ്യമാക്കും. കൂടാതെ ആംബുലൻസിന്റെ സേവനവും ഉണ്ടാകും. ഉത്സവത്തോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസും നടത്തും. ഭീമാപള്ളി ഉറൂസ് ഡിസംബർ 3 മുതൽ 13 വരെ നടക്കും. ഉറൂസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. തീർത്ഥാടകർക്കുള്ള സൌകര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉറൂസ് പ്രമാണിച്ച് ഡിസംബർ 3-ന് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി നൽകും. ചരിത്രപ്രസിദ്ധമായ കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിലെ രേവതി പട്ടത്താനം ചടങ്ങുകൾ അല്പസമയത്തിനകം സമാപിക്കും. രാവിലെ ശാസ്ത്ര സദസ്സ് നടന്നു. അക്ഷരശ്ലോക സദസ്സും പ്രഭാഷണങ്ങളും ഉൾപ്പെടെ ഇന്ന് നടന്നിരുന്നു. ഹൂബ്ലി കോട്ടയം ശബരിമല സ്പെഷ്യൽ സർവീസ് പ്രഖ്യാപിച്ച് റെയിൽവേ. ഹൂബ്ലിയിൽ നിന്ന് കോട്ടയത്തേക്ക് നവംബർ 19 മുതലും കോട്ടയത്ത് നിന്ന് ഹൂബ്ലിയിലേക്ക് നവംബർ 20 മുതലും സർവീസ് തുടങ്ങും. മുൻപ് കോട്ടയം റൂട്ടിൽ ബംഗളൂരു കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിനും പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ശബരിമല സീസണിൽ 30ഓളം സ്പെഷ്യൽ ട്രെയിനുകളാണ് സർവീസ് നടത്തിയത്. ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന MT പത്മയുടെ ഭൌതികദേഹം കോഴിക്കോടെത്തിച്ചു. DCC ഓഫീസിൽ പൊതുദർശനം നടക്കുകയാണ്. നാളെ രാവിലെ 11-ന് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലാണ് സംസ്കാരം. 1991 മുതൽ 1995 വരെ K കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ്, ഗ്രാമവികസന, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു MT പത്മ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 3ാം T20 മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം. 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. മലപ്പുറത്ത് പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേസ് അന്വേഷണത്തിന് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഇതിനെതിരെ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതിനെ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. പരാതി വീണ്ടും പരിശോധിച്ച ശേഷം കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ LDFും UDFും ഒളിച്ചുകളി ഒഴിവാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഭൂമിയുടെ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്ന ഈ സാഹചര്യം അങ്ങേയറ്റം ഗുരുതരമാണെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നോട്ടീസുകൾ പിൻവലിക്കാൻ വഖഫ് ബോർഡിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നും MT രമേശ് പറഞ്ഞു. സംസ്ഥാനതല ശിശുദിനത്തോടനുബന്ധിച്ച് നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. രാവിലെ 9:30-ന് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിശുദിന സന്ദേശം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. വയനാട് 62-ഉം ചേലക്കരയിൽ 69% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമാധാനപരം. ഝാർഖണ്ഡ് 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെ രേഖപ്പെടുത്തിയത് 64.86% പോളിംഗ്. കുറ്റകൃത്യത്തിൽ പ്രതിയാക്കപ്പെടുന്നവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി. സംസ്ഥാനത്തെ പ്രമേഹരോഗ നിയന്ത്രണ പദ്ധതികളെ ശാക്തീകരിക്കുന്നതിന് 1 വർഷം നീളുന്ന തീവ്രയജ്ഞ പരിപാടി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആത്മകഥാ വിവാദത്തിൽ DGPക്ക് പരാതി നൽകി CPIM നേതാവ് EP ജയരാജൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 3ാം T20 മത്സരം ഇന്ന്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.